ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു സൺഡേ വ്ലോഗാണ് കേട്ടോ. ഇന്ന് ഞാൻ കുറച്ച് നേരം വൈകി, സ്കൂളൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് കുറച്ച് നേരം വൈകിട്ടാണ് കേട്ടോ എണീക്കുക. പിന്നെ ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി വേഗം കിച്ചണിലേക്ക് വരും കേട്ടോ. ഒരു ഭാഗത്ത് ഇരുന്ന് പോയാൽ പിന്നെ പണിയൊക്കെ നേരം വൈകും, മടി പിടിക്കും. അപ്പോൾ അതാ സൂര്യനൊക്കെ ഉദിച്ച് വന്നിട്ടുണ്ട്. അപ്പം ഇനി രാവിലത്തെ ചായേൻ്റെ പരിപാടി നോക്കാം കേട്ടോ. അപ്പോൾ അതാ ഇഡ്ഡലിക്കുള്ള മാവാണ് കേട്ടോ അരച്ച് വെച്ചത്. തലേന്ന് രാത്രി അരച്ച് വെച്ചതാണ്. അപ്പോൾ അതിവിടെ തണുപ്പായതിനെ കൊണ്ടാണ് ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചത്. സാധാരണ അത് പതഞ്ഞ് പൊങ്ങും. ഇന്നത് അങ്ങനെയൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ അതാ സൺഡേത്തെ കളി കാണുക കേട്ടോ. അർജൻറ്റീനേൻ്റെ മാച്ചാണ് നടക്കുന്നത്. ഫസ്റ്റ് തന്നെ ഗോൾ അടിച്ചെന്നുള്ളത് കേട്ടപ്പോൾ ഓടി വന്ന് നോക്കിയതാണ്. എല്ലാവരും അർജൻറ്റീന ഫാനാണ് ഇവിടെ. പിന്നെ അതാ ചെറിയാൾക്ക് ഞാൻ രാവിലെ തന്നെ എന്തെങ്കിലും കൊടുക്കും കേട്ടോ. കുറുക്കോ അല്ലെങ്കിൽ പഴം ഇങ്ങനെ പുഴുങ്ങിയിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ച് കൊടുക്കുക. ദോശയും ചട്നിയൊന്നും ആകാനുള്ള ക്ഷമ അയാൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അവന് എന്തെങ്കിലും കൊടുത്തിട്ടാണ് കേട്ടോ ബാക്കി അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് പണികളൊക്കെ തീർക്കുക. അപ്പോൾ അതൊരു 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് ആൾ കഴിച്ചോളൂ കേട്ടോ. പിന്നെ അത് മാവ് എന്തായാലും ഒരു 2-3 ദിവസത്തേക്കൊക്കെ ഉള്ളത് ഉണ്ടാവും. അപ്പോൾ കുറച്ച് എടുത്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കാം കേട്ടോ. അപ്പോൾ രാവിലെ സ്കൂളുള്ള സമയമൊക്കെ ആകുമ്പോൾ ഇതാണ് എളുപ്പം. ഇഡ്ഡലിയോ ദോശയൊക്കെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ചട്നി ഉണ്ടാക്കിയാൽ മതിയല്ലോ, പെട്ടെന്ന് പണിയും കഴിയും. അപ്പോൾ രാവിലെ പറഞ്ഞു ഇഡ്ഡലി വേണ്ടാന്ന്. ഏട്ടന് ഇഡ്ഡലി ഇഷ്ടമല്ല കേട്ടോ, മക്കൾക്ക് ഇഡ്ഡലി ഇഷ്ടം. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് ഉണ്ടാക്കാനൊന്നും ഇപ്പം പറ്റത്തില്ല. കാരണം ഉച്ചത്തേക്കുള്ളതും കൂടിയൊക്കെ ആക്കാണ്ട് ഞങ്ങൾക്ക് വൈകുന്നേരം പുറത്ത് പോകാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ദോശ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം മക്കൾക്ക് വാരി കൊടുത്താൽ മക്കൾ കഴിച്ചോളൂ. അങ്ങനെ ഇന്നത് വേണമെന്നൊന്നുമില്ല. ഞാൻ വാരി കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ വാരി കൊടുക്കണമെന്നേ ഉള്ളൂ. ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുമ്പോഴാണ് മടി. അല്ലാതെ രണ്ടാൾക്കും കൂടി ഇരുന്ന് വാരി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരിരുന്ന് കഴിച്ചോളൂ. അങ്ങനെ ദോശയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് നെയ്യ് അതിൻ്റെ മുകളിൽ ഒഴിക്കും കേട്ടോ. എന്നിട്ട് അതൊന്ന് മറിച്ചിടും. കുറേ സമയം വെക്കരുത്. കുറേ സമയം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് ഉറപ്പായി പോകും. കുറച്ച് സമയം പിടിക്കും. ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ചായ കുടിക്കുക. അപ്പോൾ ഇതിൻ്റെ ചൂട് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വരും. അതിനെക്കൊണ്ട് ജസ്റ്റ് ഒന്ന് കളറ് മാറി വരുന്ന അത് കണ്ട അപ്പം തന്നെ എടുത്തിട്ട് നേരെ കേസറിലേക്ക് ഇട്ട് വയ്ക്കാം കേട്ടോ. അപ്പോൾ അതാ കേസറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അത് അടച്ച് വയ്ക്കുക. ഇനി മോൻ്റെ പഴം ഞാൻ പുഴുങ്ങിയിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആളെ വിളിച്ചിട്ട് ഇനി അത് കൊടുക്കണം. പിന്നെ അതാ ഇതിൻ്റെ ഇടയിൽ കൂടെ ആൾക്ക് ഞാൻ ഫുഡ് കൊടുക്കുന്നുമുണ്ട്, ബാക്കി ദോശകളൊക്കെ ചുട്ടെടുക്കുന്നുമുണ്ട്. അപ്പോൾ ആൾ ഇതിൻ്റെ മുകളിൽ കയറിയിരിക്കും. ഞാൻ ഇതിൻ്റെ മുകളിൽ കയറ്റി ഇരുത്തിയതാണ്. നേരത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആളെ പൈത്താല ഓടേണ്ടി വരും. ഇതാകുമ്പോൾ ഒരു ഭാഗത്ത് അവിടെ ഇരുന്നോളും. അപ്പോൾ അങ്ങനെ ഇരുന്ന് കഴിച്ചോളൂ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ എൻ്റെ പണി, അടുക്കളയത്തെ പണിയും നടക്കും. അപ്പോൾ ദോശ ചുടലും ഫുഡ് കൊടുക്കലൊക്കെ ഒരു ഭാഗത്ത് കൂടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ചട്നി ഉണ്ടാക്കാം കേട്ടോ. ചട്നിയാണ് ദോശയ്ക്ക് രാവിലെ. അപ്പോൾ കുറച്ച് തേങ്ങയും ഞാൻ ഇടൽ പച്ചമുളകും ഇഞ്ചിയും ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് ചെറിയ കഷ്ണം സവാളേൻ്റെ കഷ്ണമാണ് കേട്ടോ ഇടുന്നത്. ചെറിയുള്ളി കഴിഞ്ഞ് അപ്പോൾ അതും കൂടെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കും കേട്ടോ. അപ്പോൾ അതാ ദോശ മുഴുവൻ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ചട്നിക്കുള്ള പരിപാടിയാണ്. ചട്നിക്ക് ചീനച്ചട്ടി ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത്, കറിവേപ്പിലയും പിന്നെ നമ്മുടെ ഉണക്കമുളകും അതൊന്ന് വാട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. കുറച്ച് ലൂസാക്കിയിട്ടാണ് ഉണ്ടാക്കുക ചട്നി. പിന്നെ ഞാൻ അധികം തിളപ്പിക്കില്ല കേട്ടോ. ചട്നി ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുക. അധികം തിളച്ചിട്ടുണ്ടെങ്കിൽ ചട്നീൻ്റെ ആ ഒരു ടേസ്റ്റ് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ്, ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഞാൻ അത് ഓഫാക്കും കേട്ടോ. പിന്നെ അതാ ചായ കുടിക്കണ സമയമായേ. അങ്ങനെ കളിയും കണ്ടിട്ടാണ് കേട്ടോ ചായ കുടിക്കുന്നത്. അപ്പോൾ ചെറിയ ആൾ ഞാൻ വെറുതെ അവിടെ ഇരുത്തിക്കണം. അല്ലാഞ്ഞാൽ ആളങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഏട്ടനൊന്നും കഴിക്കാൻ കഴിയില്ല. ഒക്കത്തിലും കൈയിട്ട് വാരി നാശമാക്കുക. അപ്പോൾ ഞാൻ ആൾക്കൊരു ദോശയും കൊടുത്ത് ഒരു പ്ലേറ്റിൽ ഇരുത്തിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആൾ കഴിക്കുന്നുണ്ട്. ഇടത്തെ കൈ കൊണ്ടാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്യുക. വലത്തെ കൈ കൊണ്ടൊന്നും നമ്മളപ്പോൾ പറഞ്ഞാലും അതുകൊണ്ട് ചെയ്യുള്ളൂ. അല്ലാതെ എല്ലാ കാര്യവും ആൾ ഇടത്തെ കൈ കൊണ്ടാണ് ചെയ്യുക. അപ്പോൾ വലിയ ആൾ എന്തോ കളിക്കാനോ പഠിക്കാനൊക്കെ പോയിട്ട് ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കാപ്പി ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ കാപ്പിക്കുള്ള പാല് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഇനി കാപ്പി ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കണം. കാപ്പിയും കൂടി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കും ചായ കുടിക്കാം കേട്ടോ. അപ്പോൾ ചൂടോടെ
കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നെസ്കഫേൻ്റെ കാപ്പിപ്പൊടിയാണ് കേട്ടോ. അത് നല്ല മണമാണ്, എല്ലാവർക്കും ഇവിടെ ഇഷ്ടമാണ്. അപ്പോൾ മക്കൾക്കൊന്നും ഞാൻ കൊടുക്കലില്ല ഡെയിലി, എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചേ കൊടുക്കലുള്ളൂ. അപ്പോൾ സൺഡേയിലാണ് കേട്ടോ അധികമായിട്ടും കാപ്പി ഉണ്ടാക്കുക. ഞാൻ ചായയും കാപ്പിയൊന്നും അങ്ങനെ കുടിക്കില്ല, അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കുടിക്കും കേട്ടോ. അങ്ങനെ അതാ കാപ്പി ആയിട്ടുണ്ട്, അത് ഞാൻ അവർക്ക് ഒഴിച്ചു കൊടുത്തു. ഇനിയിപ്പം എനിക്കും കഴിക്കണം. മോനെ വിളിച്ചിട്ട് അവനും വാരി കൊടുത്തിട്ട് കൂടെ ഇരുന്ന് കഴിക്കണം. അപ്പോൾ അത് ഒരുമിച്ച് അങ്ങോട്ട് കഴിയില്ല. അപ്പോൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കാമല്ലോ നമുക്ക്. അപ്പോൾ അതാ ചായ കുടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തത് ഉച്ചത്തേക്കുള്ളത്. ഇന്ന് ചിക്കൻ വാങ്ങാമെന്ന് വിചാരിച്ചു. ചിക്കൻ വാങ്ങിയിട്ടില്ല കേട്ടോ, വാങ്ങിക്കൊണ്ടുവരണം. അപ്പോൾ അപ്പോഴത്തേന് ഞാൻ എൻ്റെ പണി കഴിക്കുകയാണ്. തേങ്ങ വറുത്തരച്ചിട്ടാണ് ചിക്കൻ കറി വെക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് തേങ്ങ വറുത്തരച്ചിട്ട് ചിക്കൻ കറി വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇടുന്നത് തേങ്ങയും വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പില, പിന്നെ ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് കുറച്ച് സവാള കഷ്ണം ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. നന്നായിട്ട് ഒരു ബ്രൗൺ കളറാവണ വരെ നല്ലോണം വറുത്തെടുക്കാം. അപ്പോൾ അതായത് ഇതുപോലെ നല്ല ബ്രൗൺ കളറാവണ വരെ നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇളക്കാതെ നിന്നിട്ടുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ അതാ ചിക്കൻ വാങ്ങിയിട്ട് വരുന്ന വരവാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുടിയും കൂടെ, മക്കളെ മുടി നീണ്ടിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാളെ മുടിയും വെട്ടിച്ച് വരുന്ന വഴിക്കാണ് ചിക്കൻ വാങ്ങിയത്. സാധാരണ മുടി വെട്ടിക്കുമ്പോൾ ഞാനും കൂടെ പോകും. ഏത് മോഡലിലാണ് ഇവർ തിരിച്ച് വരാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് മാറ്റി വെച്ചിട്ട് കുറച്ച് പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുരുമുളകിൻ്റെ പൊടിയും തൈരും ആണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ചിക്കൻ അവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. കറി ആകുമ്പോഴത്തേക്ക് ഒന്ന് മുളക് പിടിക്കാൻ വേണ്ടിയിട്ട് കറിക്ക് ആയി കഴിയുമ്പോഴത്തേക്കും പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ അതാ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുക്കറിൽ ഒരു 2 വിസിലൊക്കെ അടിച്ചാൽ മതി. അപ്പം വേഗം പണി കഴിയുമല്ലോ. അപ്പോൾ കുക്കറിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ അവർ വരുമ്പോഴത്തേന് കട്ട് ചെയ്യാനൊക്കെ ഉള്ളത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉരുളക്കിഴങ്ങും തക്കാളി, പച്ചമുളക്, സവാള, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, പിന്നെ കറിവേപ്പിലയും മല്ലിയില, ഇത്രയാണ് കേട്ടോ ചിക്കൻ കറിയിലേക്ക് ഞാൻ ഇടുന്നത്. അപ്പോൾ അതിനാദ്യം പച്ചമുളകും സവാളയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഗോൾഡൻ കളർ ആവണ വരെ ഒന്ന് വഴറ്റിയെടുക്കണേ. അതിന് ശേഷം ആണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അതാ സവാളയൊക്കെ നല്ലോണം വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം. തക്കാളി ഇട്ട് കൊടുത്തിട്ടൊന്ന് തക്കാളി ഒന്ന് വെന്തതിന് ശേഷമാണ് ഞാൻ പിന്നെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ എന്താണ് കുരുമുളകിൻ്റെ പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി. ജീരകം കടിക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ പൊടിച്ച് വെക്കലാണ് കേട്ടോ ചെയ്യുക. ജീരകം ഇട്ടാലല്ലേ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയില്ല, നല്ല ടേസ്റ്റും ഉണ്ടാവും. പിന്നെ നമ്മുടെ ചിക്കൻ മസാല ഇത്രയും ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറണ വരെ ഒന്ന് ഞാൻ വഴറ്റിയെടുക്കും കേട്ടോ. അതിന് ശേഷമാണ് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് ഇടുമ്പോൾ കറിക്ക് കുറച്ചൊരു കട്ടി കിട്ടും. പിന്നെ എല്ലാവർക്കും ഉരുളക്കിഴങ്ങ് ഇഷ്ടമാണ്. ഞാൻ കഴിഞ്ഞതിന് ശേഷം ചിക്കൻ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റും കേട്ടോ. അത് ഇങ്ങനെ ചിക്കൻ മസാലയൊക്കെ എല്ലായിടത്തും പിടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വെള്ളം ഒഴിക്കുക. സാധാ വെള്ളം തന്നെയാണ് കേട്ടോ ഒഴിക്കുക, പച്ചവെള്ളം തന്നെയാണ് ഒഴിക്കുക. അത് ഒഴിച്ച് കഴിഞ്ഞിട്ട് നല്ലോണം ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഒരു 2 വിസിൽ വരുമ്പോഴത്തേക്കും ചിക്കൻ വന്നിട്ടുണ്ടാവും കേട്ടോ. ഉപ്പിടാൻ പറയാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ ഉപ്പും കൂടി ഇട്ടതിന് ശേഷമാണ് കുക്കർ അടച്ച് വെച്ച് വിസിൽ വരുത്തേണ്ടത്. എല്ലാവർക്കും അറിയാൻ പറ്റുമോ, ഞാൻ മറന്നുപോയതാ പറയാൻ. അപ്പോൾ കുക്കർ മൂടി വെച്ചിട്ട് 2 വിസിൽ വരെ കേട്ടോ. അപ്പോൾ ദാ 2ാമത്തെ വിസിലും വന്നിട്ടുണ്ട്. ഇനി അതങ്ങനെ കിടക്കട്ടെ. നമ്മൾ പെട്ടെന്ന് ഊരണ്ട, ആവി താനേ പോട്ട്, ചൂട് മാറിക്കഴിഞ്ഞതിന് ശേഷം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ മുളക് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ടാവും. ഇനി അതിലേക്ക് ഞാൻ കോൺഫ്ലവറാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അത് ഞാൻ പൊരിക്കുന്നതിന് കുറച്ച് മുന്നേ ആഡ് ചെയ്യത്തുള്ളൂ, നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവും ചിക്കൻ. അപ്പോൾ അതിട്ട് നല്ല കുഴച്ച് നമ്മൾ എണ്ണ ചൂടായതിന് ശേഷം അതിൽ എണ്ണയിലേക്കിട്ട് നല്ല ചൂടിലിട്ട് വറക്കണേ. അപ്പോൾ ചിക്കൻ വറുത്തതും പിന്നെ കുറച്ച് ഞാൻ മോന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് നാളെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇഷ്ടമൊന്നുമല്ല ചിക്കൻ, എന്നാലും എപ്പോഴെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി വേണ്ട വെച്ചിട്ട് ഞാൻ കുറച്ച് മാറ്റി വെച്ചതാണ് നാളേക്ക്. അപ്പോൾ അതാ കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇനി അത് നമുക്ക് തുറന്നിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അരപ്പൊക്കെ ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ള ചപ്പും കറിവേപ്പൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി വെക്കാം കേട്ടോ. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ താളിച്ച് ഒഴിക്കുക വേണേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്.